ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു AD ഗെയിമിംഗ്. സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ അടിപൊളി ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്, നമ്മുടെ പിന്നിൽ കാണുന്നത്. സോ അപ്പോൾ ഇത് അത്യാവശ്യം ഒരു കിടു വീഡിയോ തന്നെയാണ്. സോ അപ്പോൾ എപ്പി ഗെയിമർ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്, നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഗൈസ്? ഞാൻ ഈ വീട് കെട്ടാൻ വേണ്ടി കുറേ സാധനം എടുത്തു ഗൈസ്. ഞങ്ങൾ കേവിൽ പോയി കുറേ അയൺ മൈൻ ചെയ്ത് ആർമൊക്കെ പൊട്ടി ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ട് ആർമാറാണ് ഗൈസ്. എങ്ങനെ ഡയമണ്ട്? അപ്പോൾ ഇന്നലെ ഫുള്ളാകാൻ വേണ്ടി എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകും. സോ അപ്പോൾ നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. സോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഒരു മൈനിങ് സെറ്റ് ചെയ്യാൻ ഗൈസ്. പക്ഷെ നമ്മൾ എങ്ങോട്ട് സെറ്റ് ചെയ്യും ഗൈസ്? നല്ലൊരു സ്ഥലം നോക്കി വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അടിയിലേക്ക് പോകണോ അതോ എങ്ങനെ വേണം? പിന്നെ വീട്ടിൻ്റെ അവിടെ നിന്ന് വേണ്ട ഗൈസ്, അത്രയ്ക്ക് ഇല്ല. വല്ല കേവ് ഇട്ട് കഴിഞ്ഞാൽ മൂഞ്ചി ഗൈസ്. അല്ല ഗൈസ്, നമുക്കറിയാം നേരെ അടിയൊക്കെ കിട്ടാമല്ലോ, അതാകുമ്പോൾ എവിടെയൊക്കെ ചീപ്പായി ഇരുന്നത്. സ്പേസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് അടി ചോദിക്കാൻ പോകും. ഈ ഒരു മൂലയ്ക്ക് ഈശ്വര ഗൈസ് എന്താവോ ഗൈസ്. ഞാൻ ഇതൊന്ന് അടിയിലെത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഫൈനലി നമ്മളിവിടെ എത്തി ഗൈസ്. നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് വൈ ലെവൽ 59 ഗൈസ് ഇത്. സോ പിന്നെ ഞാൻ ഡയമണ്ട് കിട്ടുന്ന അനുസരിച്ച് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമുക്ക് കിട്ടിയ മുതൽ നോക്ക് ഗൈസ്. ഇത് ഈ കുറച്ച് കിട്ടാൻ ഒട്ടുക്കാത്ത പണി ഗൈസ്. എൻ്റെ പൊന്നി, ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ ഗൈസ്. 1.5 മണിക്കൂർ ഞാൻ ആ കേവിനകത്ത്. ആദ്യം എനിക്ക് ഒന്നും കിട്ടിയില്ല, പിന്നെയൊക്കെയാണ് ഗൈസ് കുറച്ച് കിട്ടാൻ തുടങ്ങിയത്. ഞാൻ കുറേ നേരം ഇരുന്ന് മൈൻഡ് ചെയ്തു ഗൈസ്. പ്ലീസ് നമ്മളേക്ക് പോയിട്ട് കേട്ട്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ മൈൻഡ് ചെയ്ത് വേറെ എവിടേക്ക് എത്തി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് എത്തിയത്. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി നമ്മളവിടെ വീടൊന്ന് കണ്ടുപിടിക്കാം. വീട് ഐ തിങ്ക് നമ്മൾ ട്രീ വെട്ടാൻ വന്ന സ്ഥലമാണ് തോന്നുന്നു ഗൈസ്. ഏതാണ്ടൊക്കെ മരം കാലം വെട്ടി നമുക്ക് ബോറടിക്കില്ല ഗൈസ്. കുറച്ച് ആക്ഷനൊക്കെ ആയിട്ട് സ്ഥലം ഓടാൻ പോകും. കണ്ട ഗൈസ്, ഇങ്ങോട്ടാണ്. ഞാൻ പോയി പെട്ടെന്ന് ഡയമണ്ട് ആവട്ടെ. ഓ ഗൈസ്, ലുക്ക് അറ്റ് ദാറ്റ്. ഓയ്സ്, അതാരാണത്? എപ്പിക് ഗെയിമർ. ഓ മൈ ഗോഡ്, എപ്പിക് ഗെയിമർ ഗൈസ്. എപ്പിക് ഗെയിമർ നമുക്ക് എത്ര കിട്ടി നോക്കാം. ഓയ്സ് തേച്ച് എപ്പിക് ഗെയിമർ ലെഫ്റ്റ് ഗൈസ്.
എപ്പിക് ഗെയിമർ ലെഫ്റ്റ് ആയി ഗൈസ് നമ്മൾ വന്നപ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മുടെ ആർമറൊന്ന് സെറ്റ് ചെയ്യാം. ഓയ്സ് ആദ്യം ഇൻവെൻറ്ററൊക്കെ ഒന്ന് ഇത് ചെയ്തൊക്കെ കോപ്പ്. പക്ഷെ എന്തോരാണ് ഗൈസ്, ഞാൻ എത്ര നേരം കഷ്ടപ്പെട്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കിട്ടിയ മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ 3.5 സ്റ്റാക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്ത് വരുന്നത് റെഡ് സ്റ്റോൺ, പിന്നെ 25 ലാപ്പീസ്, 21 അയൺ, പിന്നെ 8 ഗോൾഡ്, പിന്നെ നമ്മുടെ മെയിൻലി നമ്മുടെ ഡയമണ്ട്സ്. ഓ നോ. കേസ് അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ ആർമർ ഉണ്ടാക്കാം. ഓ ഇത്തിരി അടിക്കരുത് കേസ്, ഇല്ലടിച്ചാൽ മൊത്തം മുഞ്ചി. ഞാൻ ഓരോന്നര പതിയാണ് കേസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്കിനി ഒരു ലെഗിൻസ് ആൻഡ് ഫൈനലി നമ്മളൊരു ബൂട്ട്സും കൂടെ ഉണ്ടാക്കിയിരിക്കുകയാണ് കേസ്. സോഡും കൂടെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ പിക്കാക്സ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി കേസ്. അയൺ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അയണും കൊണ്ട് ഓടിക്കാൻ തസ്സില്ലോ. അപ്പം എനിക്ക് ദേഷ്യം ഞാൻ പിന്നെ ഇനി ഒരു ആക്സ്, ഇനി ഒരു ഷവരും കൂടെ നൈസായി ഉണ്ടാക്കാം. ഓ മൈ ഗോഡ് ഗൈസ്. എന്താ ഗൈസ്, നൈറ്റാണത്. പിന്നെ ആരെയൊക്കെ ഏതെങ്കിലും പട്ടി വന്ന് കൊണ്ടു. എപ്പിക്ക് നമ്മളെക്കാളും കൂടുതൽ കിട്ടി കാണുമല്ലോ ഗൈസ്. അവ ആദ്യമൊക്കെ കുറെ കിട്ടിയെന്നൊക്കെ പറയണ്ടായിരുന്നു. ഗൈസ് ആൻഡ് ഫൈനലി നമുക്കിത് ഓരോന്നായി നൈസായി ഇടാം. ഓയ്സ് മറന്നുപോയി, ഞാൻ ഈ ആൾമറൊന്നും കാണില്ല പറഞ്ഞിട്ടൊരു മോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ എനിക്കൊന്നും കാണില്ല ഗൈസ്. സോ അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കൂ. ഇനി ഗൈസ് ഇന്ന് നമുക്ക് ഈ ചാറ് മൊത്തം എറിഞ്ഞങ്ങ് കളയാം, കാരണം നമുക്കിനി ഇത് ആവശ്യമില്ല. ഗൈസ് നമുക്ക് പുതിയ ആർമറൊക്കെ ഉണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. ഗൈസ് ഇനി ബാക്കിയുള്ള ഒരു 16 ഇതുണ്ട്, 16 ഡയമണ്ട്സ്. അത് നമുക്ക് എടുത്താൽ ഗൈസ് എന്തെങ്കിലും ഒരു ആവശ്യം വരും നമുക്ക്. അപ്പോൾ എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഓ പിന്നെ എപ്പിക് ഗെയിമർ ഒരു തവണ കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞത് ഗൈസ്. ഏതോ സ്കെൽട്ടൻ തന്നെ അടിച്ചു പോകുന്നു ഞാൻ പറഞ്ഞു കേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക്, പക്ഷേ എനിക്കിത് നല്ല ടൈം എടുത്തു കേസ്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറാണെന്ന് തോന്നുന്നു കേസ് ഞാൻ അതിനകത്ത് കഷ്ടപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല കമൻസൊക്കെ പറയാണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടിയിൽ വന്നിട്ട്. കേസ് അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.